വലിയ പ്രതീക്ഷയിലാണ് BJP. പുതിയ BJP ആണ്, പഴയ BJP അല്ല. എന്തുകൊണ്ടാണ് പുതിയ BJP എന്ന് പറയുന്നത്? കേരളത്തിൽ പ്രവർത്തിച്ച് വളർന്ന RSSലൂടെ BJP ആയവർ, BJPയുടെ പ്രവർത്തകരായി, ABVPയുടെയും യുവമോർച്ചയുടെയും ഒക്കെ പ്രവർത്തകരായി, BJP നേതാക്കളും പ്രവർത്തകരുമായവർ, അവരൊന്നും ഇപ്പോൾ രംഗത്തില്ല. അവരൊക്കെ പിറകോട്ട് മാറി പുതിയ BJP രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്ന് കൂറുമാറി വന്നവർ, അതോടൊപ്പം തന്നെ വ്യവസായ പ്രമുഖർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ കേരളത്തിലെ BJPയെ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. അവരുടെ നേതൃത്വത്തിലാണ് ഇത്തവണ നിയമസഭ തെരഞ്ഞെടുപ്പ് നടന്നത്. 4 സീറ്റിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ജയിക്കും. 20ഓളം സീറ്റുകളിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയും. ഇതൊക്കെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സീറ്റ് ഉറപ്പാണ്, അത് നിയമം. ഇതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എവിടെയും പോയില്ല, ഒരു മണ്ഡലത്തിലും പോയില്ല, നേമത്ത് മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തേണ്ട ആൾ ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിയമം പിടിക്കും എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എന്നാൽ ഇതാ പുറത്തു വന്നിരിക്കുന്നു പുതിയ കണക്ക്. ഞങ്ങളുടെ കണക്കല്ല എന്ന് വെച്ചാൽ പ്രസ് ടിവിയുടെ കണക്കല്ല, കണക്ക് RSSൻ്റെതാണ്. RSS പറയുന്നു ഒരു സീറ്റിൽ പോലും ജയിക്കില്ല എന്ന്. 0 BJP തന്നെയായിരിക്കും ഇത്തവണയും, 0 റിസൾട്ടാണ് ഉണ്ടാവുക എന്നാണ് RSS നേതൃത്വം അവരുടെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇത്തവണയും വിജയിക്കാൻ കഴിയില്ല BJPക്ക് എന്ന്. എന്തുകൊണ്ടാണ് എന്നുകൂടി അവർ പറയുന്നുണ്ട്. BJPയുടെ സാധാരണ പ്രവർത്തകർ മുഴുവൻ നിഷ്ക്രിയമായി മാറിയിട്ടുണ്ട്. പ്രവർത്തിക്കണമല്ലോ എന്ന് കരുതി പ്രവർത്തിക്കുന്നവരാണ്. ഏജൻസികളാണ്, പ്രത്യേക ആളുകൾ ഓരോ ബൂത്തിലും പുറത്തുനിന്ന് കൊണ്ടുവന്ന ആളുകളാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണത്തിൻ്റെ കൊത്തൊഴുക്കാണ് പ്രത്യേകിച്ച് നേമത്തുണ്ടായിരിക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിലും സമാനമായ സ്ഥിതി തന്നെയാണ്. 4 മണ്ഡലങ്ങളിലാണ് വിജയപ്രതീക്ഷ, ഉറച്ച വിജയപ്രതീക്ഷയുള്ളത് BJPക്ക്. 1 നേമം, 2 കഴക്കൂട്ടം, 3 പാലക്കാട്, 4 മഞ്ചേശ്വരം. ഇവിടെയാണ് വിജയപ്രതീക്ഷയുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നേമത്താണ്. അവിടെ ജയിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. വി ശിവൻകുട്ടി മന്ത്രി വാർത്താസമ്മേളനം വിളിച്ചു പറഞ്ഞു, 5000 വോട്ടിന് വി ശിവൻകുട്ടി ജയിക്കും, CPM ജയിക്കും, LDF ജയിക്കും എന്ന്. ആ വാക്കുകൾ കേൾക്കാം. അല്ല, ഞങ്ങളുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. ഒരു 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും മുന്നണി ജയിക്കാനുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ RSS പൂർണ്ണമായും പിൻവാങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പുതിയ നേതൃത്വത്തോട് തീരെ താല്പര്യമില്ല കേരളത്തിലെ RSS. അതോടൊപ്പം തന്നെ BJPയുടെ 2ാം നിര നേതാക്കൾ MT രമേശിനെ പോലെയുള്ളവർ, അവരെല്ലാം പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറിയിരുന്നു, സജീവമായി രംഗത്തുണ്ടായിരുന്നില്ല. അത് കേരളത്തിലെ BJPക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനം ഉയർത്തുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. അതിനും സാധ്യതയില്ല. BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വൻ വർധനമുണ്ടാകാൻ സാധ്യതയില്ല എന്നും കണക്ക് കൂട്ടുന്നു. RSSൻ്റെ കണക്കിൽ തന്നെ അത് പറയുകയും ചെയ്യുന്നു. BJPക്ക് നല്ല സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഘടകകക്ഷികൾക്ക് നൽകി, പ്രത്യേകിച്ച് 2020 പോലെയുള്ള കക്ഷികൾക്ക് നൽകി തൃപ്പൂണിത്തറ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തൃപ്പൂണിത്തറയിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു BJPക്ക്. പക്ഷേ 2020ക്ക് സീറ്റ് നൽകിയതോടുകൂടി അതും ഇല്ലാതായി. വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയും തകർക്കുന്ന രീതിയിലാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം പെരുമാറിയത്, പ്രവർത്തിച്ചത് എന്നാണ് RSS നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും BJPക്ക് 0 സീറ്റ് തന്നെയായിരിക്കും എന്ന് RSS അവരുടെ കണക്കിൽ വ്യക്തമായും പറയുന്നു. കേന്ദ്ര നേതൃത്വത്തിന് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി, അതോടൊപ്പം തന്നെ BJPയുടെ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്.